ബാഴ്സലോണ ആരാധകർക്ക് ഏറെ ആശ്വാസമുള്ളൊരു വാർത്തയാണ് ക്ലബ് മാനേജ്മെന്റ് പുറത്തുവിട്ടത്. നിലവിലെ കോച്ച് സാവി ഹെർണാണ്ടസ് ബാഴ്സലോണയിൽ തുടരുമെന്ന പ്രഖ്യാപനമായിരുന്നു ഇത്. ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് ജനുവരിയിലാണ് താൻ പരിശീലക സ്ഥാനം ഒഴിയുകയാണെന്ന് സാവി പ്രഖ്യാപിച്ചത്. ഇതിനുശേഷം സാവി തന്റെ നിലപാട് പല വാർത്താ സമ്മേളനങ്ങളിലും ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ സീസൺ അവസാനിക്കാറായപ്പോൾ ബാഴ്സലോണ മാനേജ്മെന്റ് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സാവി കരാർ അവസാനിക്കുന്ന 2025 വരെ ബാഴ്സയിൽ തുടരാൻ തീരുമാനിച്ചത്. 2025 മാഞ്ചസ്റ്റർ സിറ്റിയുമായി കരാർ അവസാനിക്കുന്ന പെപ് ഗാർഡിയോളയെ തിരികെ കൊണ്ടുവരികയാണ് ബാഴ്സലോണയുടെ ലക്ഷ്യം. ഇതിനു മുന്നോടിയായി ബാഴ്സയിലും സിറ്റിയിലും ഗാർഡിയോളയുടെ സഹപരിശീലകനായിരുന്ന ഡൊമിനിക് ടോറന്റിനെ സാവിയുടെ സഹായിയായി നിയമിക്കാനും യുവാൻ ലപ്പോർട്ടയും സംഘവും തീരുമാനിച്ചിട്ടുണ്ടെന്ന് ജെറാഡ് റൊമേറോ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ സാവിയുടെ സ്വന്തം സഹോദരൻ ഓസ്കാർ ഹെർണാണ്ടസ് ആണ് ബാഴ്സലോണയുടെ അസിസ്റ്റന്റ് കോച്ച്. ഓസ്കാറിനെയും ടീമിന്റെ ഫിസിക്കൽ ട്രെയിനറെയും മാറ്റണമെന്നാണ് ബാഴ്സ മാനേജ്മെന്റ് സാവിയെ അറിയിച്ചിരിക്കുന്നത്. ബാഴ്സ താരങ്ങൾ നിരന്തരം പരിക്കിന് പിടിയിലാവുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഫിസിക്കൽ ട്രെയിനറെ മാറ്റുന്നത്. ഓസ്കാറിനെ മാറ്റി ഡൊമിനിക് ടോറന്റ് വരുന്നത് ഗാർഡിയോളയുടെ തിരിച്ചുവരവ് എളുപ്പമാക്കുമെന്നാണ് ബാഴ്സ മാനേജ്മെന്റ് കണക്കുകൂട്ടുന്നത്. ബാഴ്സലോണയിൽ 2008 മുതൽ 2012 വരെ ഗാർഡിയോളയുടെ അസിസ്റ്റന്റ് കോച്ചായിരുന്നു ഡൊമിനിക് ടോറന്റ്. ബാഴ്സയുടെ 247 മത്സരങ്ങളിൽ ഡൊമിനിക് ടോറന്റ് ഗാർഡിയോളയുടെ സഹായിയായി. ഇതിനുശേഷം ഗാർഡിയോള ബയേണിലേക്കും സിറ്റിയിലേക്കും ചേക്കേറിയപ്പോൾ ഡൊമിനിക് ടോറന്റ് ഗാർഡിയോളയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. 2018 ഡൊമിനിക് ടോറന്റ് സിറ്റിയെയും ഗാർഡിയോളയെയും വിട്ട് സ്വതന്ത്ര പരിശീലകനായത്. ഇതിനുശേഷം ന്യൂയോർക്ക് സിറ്റി, ഫ്ലെമംഗോ, ഗൽസറെ തുടങ്ങിയ ക്ലബ്ബുകളുടെ പരിശീലകനായി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.